രാജാൻ മണീനെ വിളിച്ചിട്ട് പറഞ്ഞു, മണി മോനെ ഞാനൊരു കാര്യം, അതായത് എന്നിട്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും മണി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മണി ആ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. രാജാവ് മാറി നിന്ന് കരച്ചിലായി. മണി ഒരുപാട് കഴിവുകളുള്ള ആളായിരുന്നു. അന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, മൃഗങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യും. ആന നടക്കുന്നത് കുരങ്ങനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. പൂവൻ കോഴി നടക്കുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നത്, അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അതിനേക്കാൾ നമ്മളെ ഞെട്ടിച്ചത് നാടൻ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് പാടും. ആ സിനിമയിലും ഒരു സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. അത് മണി പൃഥ്വിരാജിൻ്റെ കാൽക്കൽ വീണിട്ട് മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുന്നൊരു സീനാണ്. മണിയെ കാണുന്നതിന് മുൻപ് മണിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ആദ്യം എൻ്റെ അടുത്ത് എത്തുന്നത്. മണിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് എൻ്റെ മുമ്പിലെത്തുന്നത്. സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിൽ ചാലക്കുടിക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അഭിനയിക്കുന്നുണ്ട്, മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു സിനിമാ രംഗത്ത്. അത് കഴിഞ്ഞ് ആ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ദിലീപിനെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ ദിലീപായിട്ട് ആ ലൊക്കേഷനിൽ വെച്ച് കാണുകയൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ തിരക്കിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലമാണ്. ആ സമയത്ത് വർഷത്തിലൊരു 4-5 പടത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കമൽ സാറിൻ്റെ സിനിമ വർഷത്തിൽ ഒരെണ്ണം ഉണ്ടാവുക. അപ്പോൾ ബാക്കി സമയത്തൊക്കെ മറ്റുള്ളവരുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒറ്റപ്പാലത്ത് മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ്, അതിൻ്റെ പകുതി വർക്ക് ചെയ്തതിന് ശേഷം കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ എറണാകുളത്ത് പോയി. അപ്പോൾ അത് ശിപായി ലഹള എന്ന് പറയുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ വർക്കുകൾ മദ്രാസിൽ നടക്കുന്ന സമയത്ത് ആണ് ഡയറക്ടർ ജയരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കോമഡി സിനിമ ജയരാജിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ആ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംവിധായകനാണ് ജയരാജ്. എൻ്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഞാൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന കാലത്ത് കമൽ സാറിന് ശേഷം ഭരതേട്ടൻ്റെ അടുത്ത് അസോസിയേറ്റായിട്ട് വന്ന ആളാണ് ജയരാജ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ട അറിവുകളുണ്ട്. അങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് ആ സിനിമ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സിനിമ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്നത് കലാഭവൻ അൻസാറാണ്. അപ്പോൾ അതിനു മുമ്പ് അറേബ്യ എന്ന് പറഞ്ഞൊരു സിനിമ ജയരാജ് ഡയറക്റ്റ് ചെയ്തു. ആ സിനിമ അത്ര വലിയ വിജയമായില്ല. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് ജയരാജ് സാറിൻ്റെ കാർമ്മികത്വത്തിൽ ഉണ്ടായ ഒരു പ്രോജക്റ്റാണ് കിരീടമില്ലാത്ത രാജാക്കന്മാർ. കിരീടമില്ലാത്ത രാജാക്കന്മാർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യണു, കലാഭവൻ അൻസാറിൻ്റെ തിരക്കഥയിൽ ജയരാജ് സാറ് ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ്, പൂജയ്ക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം അതിൻ്റെ ഒരു ഓർഗനൈസറായിട്ട് നിൽക്കുകയും ഈ കലാഭവൻ അൻസാർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. അൻസാർക്കയുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നുവെച്ചാൽ സിനിമയിൽ ഡയറക്റ്റ് ചെയ്തിട്ട് പരിചയമില്ലാത്ത ആളാണ് അൻസാർക്ക്. അപ്പോൾ ഡയറക്ഷൻ സൈഡിൽ അസോസിയേറ്റായിട്ട് ഒരു വർഷങ്ങളുടെ പരിചയമുള്ള എന്നെപ്പോലെ ഒരു സീനിയറായിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ വേണമെന്നുള്ളത് കൊണ്ടാണ് അത്. അൻസാർക്കയുടെ കാര്യം ആണ് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നില്ലെങ്കിലൊന്ന് കരുതിയിട്ടാണ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ജയരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഡയറക്ടർ ചെയ്യുന്നത് അൻസാർക്കയാണ്. അങ്ങനെ ഒരു മുൻപരിചയമില്ലാത്ത അൻസാർക്കയുടെ കൂടെ ഞാൻ ആ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് എത്തുകയാണ്. എറണാകുളത്ത് ചെന്ന് അൻസാർക്കയായിട്ട് പരിചയപ്പെട്ടു. അടുത്ത ദിവസം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂജയുടെ സമയത്ത് തന്നെ അൻസാർക്ക് എന്നോട് പറഞ്ഞു, ഇതിൽ കലാഭവൻ മണി അഭിനയിക്കുന്നുണ്ട്, നീ അവൻ്റെ മിമിക്രി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനപ്പോൾ കണ്ടിട്ടില്ല. ഭയങ്കര മിടുക്കനാണ്. അവനിപ്പോൾ സുന്ദർദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിൽ ലോഹിതദാസിൻ്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ആ സിനിമയാണ്. ദിലീപാണ് നായകൻ. ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കേണ്ട, അവനതിൽ കലക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കണത്. ഭയങ്കര കോമഡിയാണ്, ഭയങ്കര ആരോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്
മണിയെക്കുറിച്ച് ഇങ്ങനെ വാദോരാതെ അൻസാർക്ക് പറയണത് കേട്ടിട്ട് പിന്നെ ഞാനും കാത്തിരിക്കാൻ തുടങ്ങി ഈ സിനിമയിൽ പുള്ളി വന്ന് ജോയിൻ ചെയ്യുന്നതിന്. കലാഭവൻ മണിയുടെ രണ്ടാമത്തെ സിനിമയാണ്. വെച്ചാൽ മെയിൻ സ്ട്രീമിൽ വന്നിട്ട് സല്ലാപത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് കിരീടമില്ലാത്ത രാജാക്കന്മാർ. കലാഭവൻ മണി ആ സെറ്റിൽ വന്നതിന് ശേഷം ഭയങ്കര മണിയെ പരിചയപ്പെട്ടു. ഭയങ്കര രസകരമായ ദിവസങ്ങളായിരുന്നു. കാരണം മണി ഭയങ്കര ആവേശഭരിതനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ആവേശമുള്ള ഒരാളാണ്. ചെറുപ്പമാണ്, നല്ല ഒരു കാളക്കൂറ്റൻ്റെ കരുത്തുള്ള ആളാണ്. ആ സിനിമയിൽ മണി, അഭി, ജഗദീഷ് ഏട്ടൻ ഒക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. ഇന്നസെൻ്റ് ഏട്ടൻ, സിൽക്ക് സ്മിത ഒക്കെ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 4 ചെറുപ്പക്കാർ ഒരു പീഡിക മുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അതിൻ്റെ കഥ. ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ആനി ആയിരുന്നു നായിക. ആനി ഡബിൾ റോളിലാണ് ആ സിനിമയിലുള്ളത്. അപ്പം പ്രേംകുമാറുണ്ട്. പ്രേംകുമാർ, ജഗദീഷ്, കലാഭവൻ മണി, അഭി, ഇവർ 4 പേരാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ. 4 പേരും 4 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ, ചെറിയ തട്ടിപ്പും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. വഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ച് കൊഞ്ചനന്റെ കാഞ്ചന സിംഹാസിൽ നിന്ന് പുഞ്ചിയുടെ ബെഞ്ചാമിന് വീശി ഹലോ മിസ്റ്റർ പുഷ്പുൾ ഇറങ്ങി വന്നാലും ഓംപ്ലേറ്റ് താഴാക്കടാ, ഓംപ്ലേറ്റ് താഴാക്കണമെന്ന് കേട്ടുണ്ട്. ഓംപ്ലേറ്റ് താഴാക്കണമെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. മണി ഒരുപാട് കഴിവുകളുള്ള ആളായിരുന്നു. അന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് മാത്രമല്ല, മൃഗങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യും. ആന നടക്കുന്നത്, ആന എഴുന്നള്ളത്തിന് നിൽക്കുന്നതൊക്കെ മണി ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. കുരങ്ങനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. പൂവൻ കോഴി നടക്കുന്നത്, ശബ്ദം ഉണ്ടാക്കുന്നത്, അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അതിനേക്കാൾ നമ്മളെ ഞെട്ടിച്ചത് നാടൻ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് പാടും. പിന്നെ ഭയങ്കര കായികക്ഷമതയുള്ള ആളാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഒരു ക്ഷീണവുമില്ലാതെ തുടർച്ചയായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളാണ്, ഭയങ്കര കരുത്തുള്ള ആളാണ്. നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കൾ. നിങ്ങൾ തന്നെ തൊട്ട് നോക്കൂ, പരിശോധിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിന്നത് ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങളിത് തൊട്ട് നോക്കൂ സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. അങ്ങനെ ആ സിനിമയിൽ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായി. അപ്പോൾ മണിയുടെ എല്ലാ പ്രതീക്ഷയും സല്ലാപം എന്ന് പറഞ്ഞ സിനിമയുടെ മീതിയാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ചോദിക്കാം എന്താണ് സീൻ, എന്താ നിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവസാനം എന്നോട് മാത്രം രഹസ്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെത്തുകാരൻ്റെ വേഷമാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഒരു പുതിയ നടി അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കുളിക്കാനൊക്കെ പോകുമ്പോൾ തെങ്ങുമ്മ ഇരുന്നിട്ട് പാട്ട് പാടുന്ന ഒക്കെയാണ്. സിനിമാ പാട്ടുകളൊക്കെ തെങ്ങിൻ്റെ മീതെ കയറിയെന്ന് പാടും. തെങ്ങൊക്കെ ഞാൻ തന്നെയാണ് കയറിയത്, ഞാൻ ശരിക്കും കയറിയിട്ട് എത്രയോ നേരം തെങ്ങിൻ്റെ മീതെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു തരും. നിന്റെ തിങ്കളാഴ്ച നൂയമ്പെന്ന് മുടക്കും ഞാൻ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്ക. അപ്പോൾ ഞാൻ മണിയെടുത്ത് അന്ന് പറയും ആ പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ നിൻ്റെ തലയിലെടുത്ത് മാറും. ഈ സിനിമയിലും നീ ശ്രദ്ധിക്കപ്പെടും, നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഹ്യൂമറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് പാടാനുള്ള കഴിവ്, നാടൻ പാട്ട് പാടാനുള്ള കഴിവ് എടുത്തിട്ട് കണ്ടമാനം എടുത്ത് ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒരു സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാവും, ആൾക്കാരുടെ മനസ്സിലുണ്ടാവും എന്നൊക്കെ ഞാൻ പറയും. കാരണം എനിക്ക് സംശയം തോന്നി, അവൻ ഇതൊക്കെ ദൂർത്തടിച്ച് കളയുമോ, ഈ കഴിവുകളൊക്കെ ദൂർത്തടിച്ച് കളയുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ സാധനങ്ങൾ അതൊക്കെ വെറുതെ എല്ലാ സിനിമയിലും, അപ്പോൾ ആ സിനിമയിൽ തന്നെ വെറുതെ ആവശ്യമില്ലാത്തൊരു സീനിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ യൂസ് ചെയ്യരുത്, അത് കൃത്യമായിട്ടൊരു ക്യാരക്ടർ വെച്ചിട്ട് ഇതൊക്കെ ഉപയോഗിക്കാവൂ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. ആ സിനിമ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഡബ്ബിങ് സമയമാകുമ്പോഴേക്കും സല്ലാപം റിലീസ് ചെയ്തു. സല്ലാപം സമാനതകളില്ലാത്തൊരു ഹിറ്റായിട്ട് മാറി, ഒരു ഭയങ്കര ഹിറ്റായി ആ സിനിമ. മണിയും അതോടെ പ്രസിദ്ധനായി, മണിക്ക് ഒരുപാട് അവസരങ്ങളായി. ഈ സിനിമയുടെ ഒരു ഡബ്ബിങ് സമയമായപ്പോഴേക്കും ആനിയും
ജഗദീഷ് ഏട്ടനും മണിയൊക്കെ വിദേശത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോയി. പിന്നെ തിരിച്ചു വന്ന മണീനെ കാണാൻ പോലും കിട്ടാത്ത പോലെ മണി ഭയങ്കര തിരക്കിലേക്ക് മാറി. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ ചെയ്തത്. മണി ആ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ മറവത്തൂർ കനവിൽ അഭിനയിച്ചു. മറവത്തൂർ കനവ് വലിയ ഹിറ്റായി. അപ്പോഴേക്കും മണി ഭയങ്കര തിരക്കുള്ള നടനായി. ഈ നാടൻ പാട്ടുകൾ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം പോലെയുള്ള കാസറ്റുകൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഇറക്കാൻ തുടങ്ങി. അത് ഭയങ്കര പോപ്പുലറായി. അപ്പോൾ ഒക്കെ എനിക്ക് ചെറിയൊരു വിഷമം, അതങ്ങനെ അടിച്ചു തീർക്കണം, അതൊരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും എന്നൊക്കെ അങ്ങനെ വെറുതെ വിചാരിക്കും. പക്ഷേ മണി വേറൊരു ട്രാക്കിൽ പോയി ഒരുപാട് പണം ആ വഴിക്ക് മണി സമ്പാദിച്ചു. അത് കഴിഞ്ഞ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്. മണി കോൺഫിഡൻസിൻ്റെ ആൾരൂപമായിരുന്നു, ഭയങ്കര ആത്മവിശ്വാസമുള്ള ആളായിരുന്നു. അപ്പോൾ മണി പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ ഓടി വന്നിട്ട് രാത്രി ഫുൾ പട്ടാള ക്യാമ്പിലെ ആളുകൾ നിൽക്കുമ്പോൾ, നാട്ടുകാരും ഒക്കെ നിൽക്കുമ്പോൾ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡയലോഗാണ്. സാധാരണ അതിൽ മണിയുടെ എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. ആ ഷോട്ട് മാത്രം ഒന്നുകിൽ മണി ഓടി വരുമ്പോൾ ആ ടൈമിംഗ് തെറ്റും, അല്ലെങ്കിൽ ഡയലോഗിലെ ടൈമിംഗ് തെറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് മാറിപ്പോവും. അങ്ങനെ ഒരു 15 ടേക്ക് 16 ടേക്കുകൾ കഴിഞ്ഞു. അതോടുകൂടി 10 ടേക്ക് കഴിഞ്ഞതോടുകൂടി മണിയുടെ ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പോയി കഴിഞ്ഞപ്പോൾ മണിക്ക് ദേഷ്യം വരാനൊക്കെ തുടങ്ങി, സങ്കടവും ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മണി നമുക്ക് നിർത്തി വയ്ക്കാം, കുറച്ച് നേരം നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. കാരണം ഇത് ഒരു തെറ്റ് വന്നിട്ട് അതിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ രാത്രി ചെയ്യാം. അതൊന്നും പറ്റില്ല, ഞാൻ നാളെ രാവിലെ പോവും, ഇത് ഇപ്പോൾ തീർക്കണം, ഇത് എന്ത് സ്വയം ചീത്തയൊക്കെ പറയാൻ തുടങ്ങി, സ്വയം അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും ചെയ്യാൻ ആരംഭിക്കും. പക്ഷെ അത് വീണ്ടും തെറ്റും. അപ്പോൾ ഞാൻ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മണിയെ തന്നെ വന്ന് പറയേണ്ട കാര്യമാണ്. മണിയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. മണി കൂടുതൽ ദേഷ്യം വന്നിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ തെറ്റുകൾ വരുത്താൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞിട്ടും ഇത് ശരിയാവണില്ല എന്ന് കണ്ടപ്പോൾ ക്യാപ്റ്റൻ രാജുചേട്ടൻ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രാജുചേട്ടൻ ഒരു സാധു മനുഷ്യനാണ്. എൻ്റെ ആ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ രാജുചേട്ടൻ മണീനെ വിളിച്ചിട്ട് പറഞ്ഞു, മണി മോനെ, ഞാനൊരു കാര്യം, അതായത് എന്നിട്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും മണി രാജുചേട്ടൻ്റെ നേരെ അങ്ങോട്ട് മണി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മണി ആ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. രാജായം മാറി നിന്ന് കരച്ചിലായി. എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അവൻ്റെ സമാധാനിപ്പിക്കാൻ നോക്കിയതല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജചേട്ടാ അത് നോക്കണ്ട, അതിപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അവന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവന് എല്ലാം സിംഗിൾ ടേക്കിൽ ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനൊരു തെറ്റ് വരുന്നത്, അത് ഇത്രയും ആളുകൾ നിൽക്കുന്നു, അതിൽ നിന്നുണ്ടായ ഒരു അപമാനവും ബാക്കി എല്ലാവർക്കും ഇത് മനസ്സിലാവും. പക്ഷെ മണിക്ക് സ്വയം തോന്നുന്ന ഒരു അപമാനം കൊണ്ടാണ് മണി പ്രകോപിതനാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനവൻ രാജേട്ടൻ അവനോട് ക്ഷമിക്കുക, അവന് പക്വതയില്ലാത്തതുകൊണ്ട് സംസാരിച്ചാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിന് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചു. അങ്ങനെ 22ാമത്തെ ടേക്ക് ഓക്കെ. നാളെ കൃഷ്ണപുരം അമ്പലത്തിലെ ഏകദേശിയാ ടെമ്പിൾ ടൗൺഷിപ്പിലേക്ക് ഇവിടുത്തെ ടാങ്കിന്ന് വെള്ളം സപ്ലൈ ചെയ്യണേ. ഇന്ന് രാത്രി വാട്ടർ ടാങ്കിൽ സൈനൈഡ് കലക്കാൻ അവർ പരിപാടി ഇട്ടിരിക്കുക. പക്ഷെ ആ സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് മണിക്കൊരു ചെറിയ മാനസികമായൊരു അകൽച്ച എന്നോട് ഉള്ള പോലെ എനിക്ക് തോന്നി. അന്ന് മണി അവിടെ ഉണ്ടാക്കിയ ഒരു സീൻ എനിക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് എൻ്റെ സിനിമകളിലൊന്നും മണി വന്നില്ല. മണി ഉണ്ടായില്ല. ചിലതിൽ വിളിക്കും, അപ്പോൾ മണി ഡേറ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനും മണിയുടെ പാട്ടിന് വിട്ടു. മണി അപ്പോഴേക്കും തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി.
തമിഴിൽ ജെമിനി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ജെമിനി എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റായി അവിടെ. വിക്രമിൻ്റെ കൂടെ അഭിനയിച്ച സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ ഏറ്റവും കയ്യടി നേടിയത് മണി ഈ മൃഗങ്ങളെയൊക്കെ എടുത്ത് ഉപയോഗിച്ചു. അത് തമിഴ്നാട്ടുകാർക്ക് അതൊരു ആദ്യത്തെ അനുഭവമാണ്. ഒരാൾ മൃഗങ്ങളെ പോലെ അഭിനയിക്കുന്നതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അവനത് ആക്ഷൻ സീക്വൻസിലും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തു. நீங்கெல்லாம் புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. அந்த டிஜிபி கிட்ட போய் சொல்லு, பாம்புக்கு மகுடி ஊதிக்கிட்டு இருக்கா. ആ പടം ഭയങ്കര ഹിറ്റായി. മണിക്ക് അതവിടെ ഭയങ്കര പേരുണ്ടാക്കി. പിന്നീട് രജനീകാന്തിൻ്റെ കൂടെയൊക്കെ മണി അഭിനയിച്ചു. പക്ഷെ ഞങ്ങൾക്കിടയിൽ പട്ടാളം കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് വന്നു. ഇതിനിടയിൽ ഇപ്പം മറവത്തൂർ കനവ് നടക്കുമ്പോഴും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം മറവത്തൂർ കനവ് എന്ന് പറഞ്ഞ സിനിമയിൽ മണി മമ്മൂക്കയുടെ അടുത്ത് ചാണ്ടിച്ചായൻ്റെ അടുത്ത് വന്നിട്ട് പെങ്ങളുടെ കല്യാണത്തിന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാവരുടെയും ഗുരുവായ കോരസാറ് ഇത്തിരി അസുഖമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. ആ വിവരം ചാണ്ടി എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രത്തിനോട് പറഞ്ഞാൽ അയാൾ ആകെ തകരുക. അയാൾ അപ്പം തന്നെ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവും. ഇവിടെയാണെങ്കിൽ ചാണ്ടിയുടെ പ്രസൻസ് അത്യാവശ്യമുള്ളൊരു സമയമാണ് മറവത്തൂരിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരാദ്യമായിട്ട് ചാണ്ടിയോടൊരു നുണ പറയുകയാണ്. അപ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, മണി ചെയ്യുന്ന ക്യാരക്ടർ, ജെയിംസ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ഇവർ 3 പേരും കൂടി ചാണ്ടിയുടെ അടുത്ത് വന്നിട്ട് യാത്ര പറയുന്ന ഒരു സീനാണ്. അപ്പം മമ്മൂക്കയോട് ഈ ചാണ്ടിയോട് നുണ പറഞ്ഞിട്ട് പോവാണല്ലോ, ചാണ്ടിച്ചായനോട് നുണ പറഞ്ഞ് പോവാണല്ലോ എന്നുള്ള ഒരു ദുഃഖത്തിൽ ഇവൻ്റെ കണ്ണ് നിറയുന്നു. പിന്നെ അതൊരു കരച്ചിലായി മാറുകയും ചെയ്യുന്നു എന്നാണ് സീൻ. അപ്പോൾ ആ സീൻ എടുക്കുന്ന സമയത്ത് മമ്മൂക്കയും മണിയൊക്കെ തമ്മിൽ അവർ ചെയ്യാൻ പോണതിനെക്കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ഇവൻ പറഞ്ഞു മണി പറഞ്ഞു, എനിക്ക് ഈ സീനിൽ കരച്ചിൽ വരുന്നില്ല. ഈ സീനിൽ കരയേണ്ട കാര്യം എന്താണ്? എനിക്ക് ഞാൻ അഭിനയിക്കുമ്പോൾ കരച്ചിലുള്ളത്, ആ സീനിൽ കരച്ചിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കരയലാണ് പതിവ്. എനിക്ക് കരച്ചിൽ വരും, ശരിക്കും കരച്ചിൽ വരും. ഇത് വായിച്ചിട്ട്, ഈ സീൻ വായിച്ചിട്ട് എനിക്ക് കരച്ചിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി ഇറിറ്റേറ്റഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മണി ആ സീനിൽ നീ കരയണം. സാധാരണഗതിയിൽ നമ്മൾ സിനിമയിൽ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അല്ലെങ്കിൽ പെങ്ങളെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇമോഷണലായിട്ട് ആണുങ്ങൾ കരയുന്നത് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് അത് ചിലപ്പോൾ ആ സീൻ വായിച്ചാൽ തന്നെ കരച്ചിൽ വരും. പക്ഷെ ഇത് വായിച്ചാൽ കരച്ചിൽ വന്നോളണമെന്നില്ല. നീ ആ ക്യാരക്ടർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാലേ നിനക്ക് കരച്ചിൽ വരുള്ളൂ. അത് സ്നേഹം കൊണ്ട് ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരും, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ കരച്ചിൽ സങ്കടം വരുമ്പോൾ മാത്രം വരുന്ന കാര്യമല്ല. ചിലപ്പോൾ ഈ കഥാപാത്രത്തിന് ചാണ്ടിച്ചായനോട് ഒരു നുണ പറയുകയാണല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് ആണ് അയാൾ കരയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിലും കരയാം ആൾക്കാർ. അപ്പോൾ നീ അത് നിൻ്റെ ജീവിതത്തിൽ നിനക്കത് പരിചയം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ സീനിൽ കരയണം. കരയാന്നല്ലാതെ, കരഞ്ഞിട്ടല്ലാതെ ഈ സീൻ എടുക്കാൻ പറ്റില്ല, എടുക്കില്ല. ഇത്തിരി സ്ട്രിക്റ്റായിട്ട് എനിക്ക് പറയേണ്ടി വന്നു. പിന്നെ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് ടേക്ക് പറഞ്ഞ് ഞാൻ ക്യാമറയുടെ പുറകിലേക്ക് പോയി. നന്നായി കരഞ്ഞിട്ട് തന്നെ മണി അത് അസലായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. ചെല്ലടാ ചാണ്ടിച്ചായ ചുമ്മാ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ വരത്തില്ലയോ? ആ സീൻ ഡബ് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ മണി എന്നോട് പറഞ്ഞു, അന്ന് എനിക്കത് മനസ്സിലായില്ല, ലാലു പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, എനിക്കത് വായിച്ചപ്പോൾ എനിക്കത് അങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പറയാനുള്ള ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ പട്ടാളത്തിലെ ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ട് മണിക്കൊരു ചെറിയ കുറ്റബോധം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജചായനോട് ദേഷ്യപ്പെട്ടതും അവിടെ അങ്ങനെ ഒരു സീന് ഉണ്ടായതിൽ മണിക്കൊരു വിഷമമുണ്ടായിരുന്നു. അപ്പം എന്നെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കണം. മണി കുറച്ചൊരു അകലം പാലിച്ചു പിന്നീട് എന്നോട്. അത് മാത്രമല്ല, ഞങ്ങൾ
1999 മറവത്തൂര് കനവ് കഴിഞ്ഞ് ചന്ദ്രൻ നോക്കുന്ന ദിക്കലിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു ഗൾഫ് യാത്രയ്ക്ക് പോകുന്നത്. അതൊരു അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ 18 UAE മൊത്തം 18 സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് അത് ഡയറക്റ്റ് ചെയ്ത് ഞാനും GS വിജയൻ ചേട്ടനും ചേർന്നിട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഡയറക്ടേഴ്സ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കേരളത്തിൽ നിന്നും അറേബ്യയിലേക്ക് വരുന്ന അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ദിലീപും മണിയും അനീഫ്കയും ഹരിശ്രീ അശോകനും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര ടീം. നാദിർഷ ആയിരുന്നു അതിൻ്റെ മറ്റ് ഈ സ്കിറ്റുകളുടെയൊക്കെ അറേഞ്ച്മെൻറ്റ്സും ഡയറക്ഷനൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ നാദിർഷയും ഒക്കെയുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു ടീം ആൾക്കാർ, എല്ലാവരും പരസ്പരം അറിയുന്ന ആൾക്കാർ. ആ പ്രോഗ്രാം UAE മൊത്തത്തിൽ വൻ വിജയമായ ഒരു പ്രോഗ്രാമായിരുന്നു അറേബ്യൻ ത്രില്ലർ എക്സ്പ്രസ്. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. നമസ്കാരം ആരെങ്കിലും കണ്ടെങ്കിലല്ലേ തരാ ചൊണ്ണല്ലേ? അതെ, പുറത്ത് പറയാൻ കൊള്ളൂല അങ്ങനത്തെ സാധനോ. ആ പ്രോഗ്രാമിൽ മണി ഉണ്ടായിരുന്നു. അപ്പോൾ 10-20 ദിവസം, ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അന്നൊക്കെ ഭയങ്കര കമ്പനിയും സ്നേഹവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2002 ആണ് മീശമാധവന് ശേഷം വീണ്ടും ഒരു യാത്ര പോയി. അതിലും അനീഫ്ക്കും അശോകേട്ടനും മണിയും ആ പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ദുബായിൽ നിന്ന് അലൈനിലേക്കൊക്കെ ബസ്സിലാണ്, ടൂറിസ്റ്റ് ബസ്സിലാണ് സംഘം യാത്ര ചെയ്യുക. അപ്പോൾ ബസ്സിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നത് മണിയായിരുന്നു. മണി ബസ്സിൽ മൈക്കുണ്ട്. അപ്പോൾ ഓരോരുത്തർ തമാശകൾ പറയും, പാട്ടുപാടും, അങ്ങനെ. അപ്പോൾ അതിൽ മണി പേര് പറയാതെ എന്നെ ഇമിറ്റേറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി അത് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു. അതാണല്ലോ ഒരു മിമിക്കിൻ്റെ വിജയം. പേര് ആരാണ് ശബ്ദമാണെന്ന് പറയാതെ ആദ്യമായിട്ട് മണിയാണ് എൻ്റെ ശബ്ദം അന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ മണി ഇമിറ്റേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ പണ്ടൊക്കെ വീടുകളിലാണ് കല്യാണം ഉണ്ടാവുക. അപ്പോൾ സദ്യക്കുള്ള തയ്യാറെടുപ്പ് തലേന്ന് രാത്രി ഉറക്കമില്ലാതെ ആളുകൾ ഇരുന്നിട്ട് തേങ്ങ ചിരകുന്നതിൻ്റെയും ഇതാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആൾക്കാർ ചമയ്ക്കുന്നതും ആ രാത്രിയുടെ മൂഡും ഒക്കെ മണി ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ മണിയായിട്ടുണ്ട്. അങ്ങനെ പട്ടാളത്തിന് ശേഷം പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു. മണി തമിഴിലും തെലുങ്കിലും ഒക്കെ ബിസിയായി. മലയാളത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നു. മലയാളത്തിലിടയ്ക്ക് വരുന്നുണ്ട്. വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹീറോ ആയിട്ട് ചെയ്തു, വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് മണി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുന്നത് 2013. അയാളും ഞാനും തമ്മിലൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ വന്നപ്പോൾ അതൊരു സീരിയസ് ക്യാരക്ടറാണ്, ഒട്ടും തമാശയില്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ മണിയോട് ചെന്ന് മണിയെ വിളിച്ച് ഇങ്ങനൊരു റോളുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. മണി സന്തോഷത്തോടുകൂടി ചെയ്യാമെന്നാണ്. കുറേ കാലമായി നമ്മൾ തമ്മിലൊരു സിനിമ ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും 10 വർഷമായി. പട്ടാളം ഇറങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷമായി. അപ്പോൾ 2003 പട്ടാളം, ഇത് 2013 അയാൾ ഞാനും തമ്മിൽ. അങ്ങനെ ആ സിനിമയിൽ വന്നു. ആ സിനിമയിൽ വന്ന് മണിക്ക് പതിവില്ലാത്ത ഒരു ഗൗരവം ഉണ്ടായിരുന്നു. ഈ 10 വർഷങ്ങൾക്ക് ശേഷം അലിയാത്ത എന്തോ ഒന്ന് മണിയുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. മണി ഒരു അപരിചിതനോട് പെരുമാറുന്ന, അപരിചിതനായിട്ടുള്ള ഒരു സംവിധായകനോട് പെരുമാറുന്ന പോലെ ഭയങ്കര റെസ്പെക്റ്റൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അല്ലാണ്ട് പഴയ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലല്ല അതിൽ പെരുമാറിയത്. അപ്പോൾ എനിക്കിത്തിരി വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മണിയുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് മണി പോയിട്ട് പിന്നെ മണി വരാമെന്ന് പറഞ്ഞ സമയത്തൊന്നും തിരിച്ചു വന്നില്ല. അങ്ങനെ ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റക്കാവുന്നൊരു സന്ദർഭമുണ്ടായി. ഒരു രാത്രി എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രാത്രിയിൽ ഈ പൃഥ്വിരാജിൻ്റെ രവി തരകൻ ഹോസ്പിറ്റലിൽ നിന്ന് കല്യാണത്തിന് വീട്ടിലേക്ക് രാത്രി പോകുമ്പോൾ, രജിസ്റ്റർ മാരേജിന് വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയും
ആ ലോറികളൊക്കെ തടഞ്ഞിട്ട് ആ ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ കൊണ്ടുപോയി നിർത്താൻ പറയുകയൊക്കെ ചെയ്യുന്ന അവർ തമ്മിലുള്ള ക്ലാഷിൻ്റെ സീനാണ്. അപ്പോൾ ഒരുപാട് ലോറികളും ലോഡും ഒക്കെ ആയിട്ടുള്ള ലോറികളെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ രാത്രി എപ്പോഴോ 12 മണിക്ക് എപ്പോഴോ വന്നു, അത് ഷൂട്ട് ചെയ്തു. പക്ഷേ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സീനിൽ പൃഥ്വിരാജും മണിയും തമ്മിലുണ്ടായിരുന്ന ഒരു ഫ്രിക്ഷൻ എനിക്കും മണിക്കും ഇടയിൽ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ആ സിനിമയിലും ഒരു സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. അത് മണി പൃഥ്വിരാജിൻ്റെ കാൽക്കൽ വീണിട്ട് മകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുന്നൊരു സീനാണ്. ആ സീൻ ചെയ്യണ സമയത്ത് അഗെയിൻ വർഷങ്ങൾക്ക് മുമ്പ് മറഹത്തൂർ കനവിൽ പറഞ്ഞതുപോലെ മണി പറഞ്ഞു എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. മാത്രമല്ല അത് ഭയങ്കര അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ഇങ്ങനെ വന്ന് പേരെടുത്ത് നിൽക്കുന്ന സമയമാണ്. പറഞ്ഞാൽ ഇതൊക്കെ 10-20 കൊല്ലം മുമ്പത്തെ രീതിയാണ്. ഇങ്ങനെ കാല് പിടിച്ച് കരയുന്നതൊക്കെ ഭയങ്കര ഡ്രാമയായിരിക്കും, ഭയങ്കര നാടകമാവും. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ പഴയ നടനാണെന്നും പഴയ സ്റ്റൈൽ അഭിനയമാണെന്നൊക്കെ പറയുന്നതാണ്. അപ്പം എനിക്കപ്പോൾ ശരിക്കും ദേഷ്യം വന്നപ്പോൾ ഞാൻ മണി ഇത് എൻ്റെ സിനിമയാണ്, എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ പഴി എനിക്കാണല്ലോ കേൾക്കുക, ഞാനാണല്ലോ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, അതിൻ്റെ പഴി ഞാൻ കേട്ടോളാം. എന്തായാലും ഇതിൻ്റെ പേരിൽ നിനക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ മണി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഭിനയിച്ചു, അയാളുടെ കാല് കെട്ടിപ്പിടിച്ച് കരയുന്നത്. ആ സീൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കപ്പെട്ട സീനായിരുന്നു. എല്ലാവരും മണിയുടെ പെർഫോമൻസിനെ വാഴ്ത്തിയ ഒരു സീനായിരുന്നു. എല്ലാവരും പ്രൈസ് ചെയ്തൊരു സീനായിരുന്നു. അപ്പോൾ അങ്ങനെ ചില സമയത്ത് മണിക്ക് അങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് മണി എവിടെയോ വെച്ച് കണ്ടപ്പോൾ മണി പറഞ്ഞു ഞാൻ ആ സിനിമ കണ്ടില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ചാലക്കുടിയിൽ ആ സിനിമ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു ഉഗ്രൻ സിനിമയാണെന്ന് പറഞ്ഞു, ആ സീൻ ഞാൻ നന്നായി ചെയ്തു എന്ന് എന്നോട് എല്ലാവരും വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, സമാധാനം. ഇത് അതാണ് ഞങ്ങൾ അവസാനം തമ്മിൽ കാണുന്നത്. എറണാകുളത്ത് വേറെ എന്തോ ഒരു ആവശ്യവുമായിട്ട് ഞാൻ വൈറ്റ് ഫോർട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് അറിയുന്നത്. മണി മരിച്ചു, അമൃത ഹോസ്പിറ്റലിലുണ്ട്, ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു എന്ന് പറയുന്നത്. ഞാൻ കയ്യിൽ കിട്ടിയൊരു ടീഷർട്ട് എടുത്തിട്ട് ഓടി. അവിടെ ചെല്ലുമ്പോൾ മണി വിഗൊന്നും ഇല്ലാണ്ട് വേറെ ഏതോ ഒരാളെ പോലെ ഇത്രയും വർഷങ്ങളിലെ പരിചയവും ബന്ധവും ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു ചായയും ഇല്ലാത്ത ഒരു രൂപത്തിൽ മരിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു അപരിചിതനെ കാണുന്ന പോലെ ഞാൻ നോക്കിയത്. കാരണം വിഗൊന്നും വെച്ചിട്ടില്ല, വിഗില്ലാണ്ട് മണി ഞാൻ അധികം കണ്ടിട്ടില്ല. വിഗ് വെച്ചിട്ടില്ല, ഫുൾ കഷണ്ടിയൊക്കെ ആയിട്ട് ഉള്ള ഒരാൾ, വേറൊരാൾ അവിടെ ഇങ്ങനെ മരിച്ചു കിടക്കണം. അത് കലാഭവൻ മണിയാണ് എന്ന് നമ്മളോട് പറയുന്നു. വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ നോക്കിയെന്നു. ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി ഓടണ്ട പൂമുഖം കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട കാണാൻ പറ്റണ്ടോ? എന്നോട് ക്ഷമിക്കണം സാറേ, അവള് ജയിക്കില്ലട മോനെ.